ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UGC നെറ്റിലെ ജനറൽ പേപ്പറിലെ ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്നത് ലോജിക് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് വേർഡായിട്ടുള്ള ലോഗോസിൽ നിന്നാണ്. ലോഗോസ് മീൻസ് റീസണിംഗ് കണ്ടക്റ്റഡ് ഓർ അസസ്ഡ് അക്കോർഡിംഗ് ടു ദ സ്ട്രിക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് വാലിഡിറ്റി. ഇൻ ലോജിക്കൽ റീസണിംഗ് ക്വസ്റ്റ്യൻസ് കൺക്ലൂഷൻ ആർ ടു ബി ടെസ്റ്റഡ് അക്കോർഡിംഗ് ടു ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും കൺക്ലൂഷനിൽ എത്തുക, അതാണ് ലോജിക്കൽ റീസണിംഗ് കൊണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് ടൈപ്പ് ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ്സ്. ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഡക്റ്റ് ചെയ്ത് വരിക, അതായത് കുറച്ച് വരിക, അതാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം വരുന്നത്. അതായത് ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്താം. അതിന് എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് പോയറ്റ്സ് ആർ ഹോണസ്റ്റ്. അതായത് പോയറ്റ്സ് എന്ന് പറയുന്നതാണ് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. മോഹൻ ഈസ് എ പോയറ്റ്. മോഹൻ എന്ന് പറയുന്നത് ഒരു പോയറ്റാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം? എല്ലാ പോയറ്റും എന്താണ്? ഹോണസ്റ്റാണ്. അതുകൊണ്ട് മോഹൻ ഒരു പോയറ്റാണ്, അതുകൊണ്ട് എന്താണ്? മോഹൻ ഹോണസ്റ്റാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എത്തും. ഇനി രണ്ടാമത്തത് വരുന്നത് ഇൻഡക്റ്റീവ് റീസണിംഗ് ആണ്. ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നുണ്ട്, മോഹൻ എന്ന് പറയുന്ന ആൾ ക്രിക്കറ്ററാണ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ ഗുഡാണ്. സമേഷ് ഹൂ ഈസ് ക്രിക്കറ്റർ ഈസ് ഗുഡ് ഇൻ മാത്തമാറ്റിക്സ്. റിങ്കിൾ ഹൂ ഈസ് ക്രിക്കറ്റർ ഈസ് ഗുഡ് ഇൻ മാത്തമാറ്റിക്സ്. ഇത്രയും സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. അതായത് മോഹന്, സമേഷ്, റിങ്കിൾ ഇത്രയും പേരെന്താണ്? ക്രിക്കറ്റേഴ്സാണ്, അതുപോലെ തന്നെ മാത്സിലും ഗുഡാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം? എല്ലാ ക്രിക്കറ്റേഴ്സും എന്തായിരിക്കും? മാത്തമാറ്റിക്സിൽ ഗുഡായിരിക്കും എന്നുള്ള കൺക്ലൂഷനിലെത്തും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് സ്പെസിഫിക് ആയിട്ട് ഓരോ വ്യക്തികളെ വെച്ച് നോക്കിയിട്ട് നമ്മൾ എന്താണ് ഒരു ജനറലൈസേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊന്നും പെടാത്തൊരു റീസണിങ് ഉണ്ട്, അതാണ് അബ്ഡക്റ്റീവ് റീസണിങ്. അതായത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്തുണ്ടാവില്ല, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒബ്സർവേഷനും കാര്യങ്ങളും വെച്ച് നമ്മളൊരു ഗസ്സിലെത്തുക, അതാണ് അബ്ഡക്റ്റീവ് റീസണിങ് പറയുന്നത്. നോ ക്ലിയർ ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ ഓൺ എ ഫിനോമിനൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ലോജിക്കൽ റീസണിങ്: ഡിഡക്റ്റീവ് റീസണിങ്, ഇൻഡക്റ്റീവ് റീസണിങ്, അബ്ഡക്റ്റീവ് റീസണിങ്. നെക്സ്റ്റ് പറയുന്നത് ആർഗ്യുമെൻറ്റ്സ് ആണ്. ആർഗ്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം എന്താണ്. നമ്മളൊരു കാര്യം ട്രൂ ആണ് എന്ന് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ട്രൂ ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് എന്ത് ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഗുഡ് ആർഗ്യുമെൻ്റ് ആണെങ്കിൽ അതിന് പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലോജിക്കലി ഫ്രെയിംഡ് ആയിരിക്കണം, ആക്സെപ്റ്റബിൾ ആയിരിക്കണം, ബിലീവബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ കൺക്ലൂഷന് റെലവൻ്റ് ആയിരിക്കണം നമ്മുടെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. വെൽ ഫ്രെയിംഡ് സ്ട്രക്ചർ ആയിരിക്കണം, കൺക്ലൂഷനെ ജസ്റ്റിഫൈ ചെയ്യാൻ മാത്രം സഫീഷ്യൻ്റ് ആയിരിക്കണം, ക്രിറ്റിസിസം കൗണ്ടർ ആർഗ്യുമെൻറ്റ്സും വരുമ്പോൾ അതിനെ റിബ്യൂട്ടബിൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അത്രയും എഫക്റ്റീവ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആർഗ്യുമെൻറ്റ്സും ഒരു ഗുഡ് ആർഗ്യുമെൻ്റ് ആയിരിക്കുമ്പോൾ വേണ്ട ക്യാരക്ടറിസ്റ്റിക്സും. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഒരു ആർഗ്യുമെൻറ്റിനെ പറ്റി പറയുമ്പോൾ സൗണ്ട്, അൺസൗണ്ട്, പ്രിമൈസസ്, കൺക്ലൂഷൻ, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ കൺക്ലൂഷൻ ഡിറൈവ്ഡ് ഫ്രം ട്രൂ പ്രിമൈസസ് ആർ ട്രൂ. ട്രൂ ആയിട്ടുള്ള പ്രിമൈസസിൽ നിന്ന് വന്ന കൺക്ലൂഷൻ ആണെങ്കിൽ അതിന് എന്തെന്ന് പറയാം? നമുക്ക് വാലിഡ് എന്ന് പറയാം. എന്നാൽ ഇഫ് ദ കൺക്ലൂഷൻ ഡിറൈവ്ഡ് ഫ്രം ട്രൂ പ്രിമൈസസ് ആർ ഫോൾസ്, അതുപോലെ തന്നെ ട്രൂ ആയിട്ടുള്ള പ്രിമൈസസിൽ നിന്ന് വരുന്ന കൺക്ലൂഷൻ എന്താവാം? ഫോൾസും ആവാം. ഈ ഫോൾസ് ആവുന്നത് നമ്മൾ എന്ത് പറയും? ഇൻവാലിഡ് എന്ന് പറയും. നെക്സ്റ്റ് ടേം വന്നിട്ട് സൗണ്ട് ആണ്. ഇഫ് ദ പ്രിമൈസസ് ഓഫ് ദ ആർഗ്യുമെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ ആർ ട്രൂ ഇൻ റിയാലിറ്റി ദെൻ ആർഗ്യുമെൻറ്റ് വിൽ ബി കൺസിഡേർഡ് സൗണ്ട്. അതായത് പ്രിമൈസസും കൺക്ലൂഷനും ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ് എന്തെന്ന് പറയാം? സൗണ്ട് ആണെന്ന് പറയാം. നെക്സ്റ്റ് അൺസൗണ്ട്. ഇഫ് ദീസ് ആർ നോട്ട് റിയലിസ്റ്റിക് ദെൻ ദ ആർഗ്യുമെൻറ്റ് വിൽ ബി അൺസൗണ്ട്. അതായത് പ്രിമൈസസും കൺക്ലൂഷനും ട്രൂ അല്ലെങ്കിൽ എന്തായിരിക്കും? അൺസൗണ്ട് ആയിരിക്കും. ഓൾ ഇൻവാലിഡ് ആർഗ്യുമെൻറ്റ്സ് ആർ അൺസൗണ്ട്. ഇൻവാലിഡ് ആയിട്ട് വരുന്ന ആർഗ്യുമെൻറ്റ്സിനെല്ലാം എന്താണെന്ന് പറയാം? അൺസൗണ്ട് ആണെന്ന് പറയാം. നമുക്ക് കുറച്ച് പ്രിമൈസസും കൺക്ലൂഷനും നോക്കാം. പ്രിമൈസസ് വന്നിട്ട് ഓൾ ലാപ്ടോപ്പ് സ്ക്രീൻസ് ആർ മെയ്ഡ് ഓഫ് ഡയമണ്ട്സ്. എല്ലാ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻസും ഡയമണ്ട് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഡയമണ്ട്സ് കോസ്റ്റ് വെരി ലെസ്. ഡയമണ്ടിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കൺക്ലൂഷനിലെത്തും? ലാപ്ടോപ്പ് സ്ക്രീൻ ഉണ്ടാക്കുന്നത് ഡയമണ്ട് കൊണ്ടാണ്, ഡയമണ്ടിന് കോസ്റ്റ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിന് ലെസ് കോസ്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഈ പറഞ്ഞ കൺക്ലൂഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം.
If we assume the given premises to be true, then this conclusion will also be true. അതായത് നമ്മൾ പ്രിമൈസസ് ശരിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ ശരിയായിരിക്കും. ദിസ് മീൻസ് ഇറ്റ് ഈസ് എ വാലിഡ് ആർഗ്യുമെൻറ്റ്. അതുകൊണ്ട് എന്താണ്, വാലിഡ് ആർഗ്യുമെൻ്റ് ആണ്. ബട്ട് ദീസ് പ്രിമൈസസ് ആർ നോട്ട് ട്രൂ ഇൻ റിയാലിറ്റി. പക്ഷേ ഇതെന്തല്ല, റിയാലിറ്റി നോക്കുമ്പോൾ അത് ട്രൂ അല്ല. സോ ഇറ്റ് ഈസ് അൺസൗണ്ട്. ഇറ്റ് ഈസ് എ വാലിഡ് ആണ് ബട്ട് അൺസൗണ്ട് ആർഗ്യുമെൻ്റ് ആണ്. നെക്സ്റ്റ് ഒരു പ്രിമൈസ് നോക്കാം. ഓൾ എ ആർ ബി, ഓൾ ബി ആർ സി. എല്ലാ എയും ബി ആണ്, എല്ലാ ബിയും സി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എല്ലാ എയും സി ആണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻ്റ് ഇവിടെ എന്താണ്, വാലിഡ് ആണ്. കാരണം പ്രിമൈസസ് എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ആണ്. ആർഗ്യുമെൻറ്റ് വിത്ത് such forms are valid whether it will be sound argument or not depend upon the premises. If the premises are true in reality, the argument is sound. Next ഒന്ന് നോക്കുകയാണെങ്കിൽ, no person of age less than 18 years can vote in election. A voter can register for voter card. അതായത് 18 വയസ്സാവാത്ത ആർക്കും ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ വോട്ടേഴ്സ് എന്ത് ചെയ്യണം, വോട്ടർ കാർഡിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കൺക്ലൂഷൻ എത്താം, 18 വയസ്സാവാത്ത ആർക്കും വോട്ടർ കാർഡ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. കൺക്ലൂഷൻ ഡിറൈവ്ഡ് ഫ്രം ദ പ്രിമൈസസ് ഈസ് ലോജിക്കൽ ആൻഡ് ഇറ്റ് വിൽ ബി ട്രൂ ഇഫ് ദ പ്രിമൈസസ് ആർ ട്രൂ. നമ്മൾ കൺക്ലൂഷനിൽ എത്തിയത് എന്താണ്, ട്രൂ ആയിട്ടുള്ള രീതിക്കാണ്. സോ ഇറ്റ് ഈസ് വാലിഡ് ആർഗ്യുമെൻറ്റ്. ദ പ്രിമൈസസ് ഗിവൺ ഹിയർ ആർ ട്രൂ ഇൻ റിയാലിറ്റി. ദ കൺക്ലൂഷൻ ഈസ് ഓൾസോ ട്രൂ ഇൻ ദ റിയാലിറ്റി. ഹെൻസ് വാലിഡ് ആൻഡ് സൗണ്ട് ആർഗ്യുമെൻറ്റ്. ഇനി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നിലേക്ക് വരാം. ഓൾ സ്റ്റുഡൻസ് ആർ ഇൻ്റലിജൻറ്റ്. എല്ലാ സ്റ്റുഡൻസും ഇൻ്റലിജൻ്റ് ആണ്. നമിത ഇൻ്റലിജൻ്റ് ആണ്. ഇത് നമ്മൾ എന്ത് കൺക്ലൂഷൻ എത്തും, എല്ലാ കുട്ടികളും ഇൻ്റലിജൻ്റ് ആണ്, നമിത ഇൻ്റലിജൻ്റ് ആണ്. അപ്പം നമിത ഒരു കുട്ടിയെന്ന് നമ്മൾ തീരുമാനിക്കും. പക്ഷേ ഇത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇഫ് ദ ഗിവൺ premises are true, then there is no guarantee that Namita will be a student, not as there can be intelligent person other than students. So it is an invalid argument. അതായത് നമ്മൾ പറഞ്ഞു എല്ലാ കുട്ടികളും ഇൻ്റലിജൻ്റ് ആണ്, അല്ലാണ്ട് കുട്ടികളല്ലാണ്ട് അതർ ദാൻ ആൾക്കാർ ഇൻ്റലിജൻ്റ് ആണോ അല്ലെന്ന് നമുക്കറിയുന്നില്ല. അതുകൊണ്ട് ഇതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമിത ഒരു സ്റ്റുഡൻ്റ് ആണോ എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ഇൻവാലിഡ് ആർഗ്യുമെൻ്റ് ആണ്. അടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ, സം ഗേൾസ് ആർ ബ്രൗൺ ഐ, സം ബ്രൗൺ ഐ പേഴ്സൺസ് ആർ ഡോക്ടേഴ്സ്. അതായത് ചില പെൺകുട്ടികളുടെ കണ്ണ് കാപ്പി നിറാണ്, ചില കാപ്പിയുള്ള ആൾക്കാർ, കാപ്പി കണ്ണുള്ള ആൾക്കാർ ഡോക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഗേൾസ് ആണ് ഡോക്ടേഴ്സ് എന്ന് പറയാം, സം ഗേൾസ് ആർ ഡോക്ടേഴ്സ് എന്ന് പറയാം. പക്ഷേ ഇതും എന്താണ്, ഇൻവാലിഡ് ആണ്. കാരണം ചില പെൺകുട്ടികളുടെ കണ്ണ് ബ്രൗൺ ആണ് എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളതാണോ അല്ലയെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ഇത് എന്താണ്, ഇത് ഇൻവാലിഡ് ആർഗ്യുമെൻ്റ് ആണ്. പ്രിമൈസസ് ആൻഡ് കൺക്ലൂഷൻ ക്യാൻ ബി ട്രൂ ഓർ ഫാൾസ്. ആർഗ്യുമെൻറ്റ് ക്യാൻ ബി വാലിഡ് ഓർ ഇൻവാലിഡ്, സൗണ്ട് ഓർ അൺസൗണ്ട്, ആൻഡ് സ്ട്രോങ് ഓർ വീക്ക്. സൗണ്ട് ആർഗ്യുമെൻറ്റ് ഈസ് ഓൾസോ നോൺ as കോഗ്നൈറ്റ് ആർഗ്യുമെൻറ്റ്സ്.